Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me Jerry. Today in this short video, we are going to learn the exact and complete short story and short summary of the chapter Tsunami. We might have heard the tsunami. Actually, this is the first chapter of your second unit in your exact textbook. Actually, Honeydew. നമ്മുടെ ഹണിഡ്യൂ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സുനാമി എന്ന് പറയുന്നത്. ഇച്ചിരി ട്രാജിക് ആണെങ്കിലും കുറച്ച് രസകരമായിട്ടുള്ള, അത്രയ്ക്ക് രസകരമല്ല എന്നാലും എന്താണ് കുറച്ച് ട്രാജിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് എ ഡിസാസ്റ്റർ അല്ലേ, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ ചാപ്റ്റർ ആക്ച്വലി 3 പാർട്ടാക്കിയിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. അത് മൊത്തത്തിൽ നമുക്ക് ചുരുക്കിയിട്ട് സെറ്റാക്കാം. ആക്ച്വലി ദാറ്റ് വുഡ് ബി സൂപ്പർ യൂസ്ഫുൾ ഫോർ യുവർ അപ്കമിങ് എക്സാമിനേഷൻ. പവർ അല്ലേ, സെറ്റാണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കൂ, ഇതാണ് ആക്ച്വലി സുനാമിയെ പറ്റി നിങ്ങൾക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ദറ്റ് വാസ് എ ഡിസാസ്റ്റർ, ഒരു ദുരന്തമായിരുന്നു, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ആ സമയത്ത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, കുട്ടിയായിരിക്കും. വാട്ടെവർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയായിരിക്കും. 2014 ആ വർഷങ്ങളിലൊക്കെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, 2004. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, tsunami refers to a very large and powerful wave. നല്ല വലിയ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു തിരമാലയാണത്. ഇൻ ദ സീ, കടലിൽ. ഇറ്റ്സ് കോസ്ഡ് ബൈ സം എർത്ത് ക്വേക്ക് അണ്ടർ ദ സീ. കടലിൻ്റെ അടിയിൽ എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. വൺ സച്ച് ക്ലാമിറ്റി ഹിറ്റ് സെവറൽ കൺട്രീസ് ഓൺ December 26, 2004. 2004 ഡിസംബർ 26 ആക്ച്വലി ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ദ വേഴ്സ്റ്റ് എഫക്റ്റഡ് പാർട്ട് വർ കോസ്റ്റൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആൻഡ് തായ്ലൻഡ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. സം 150,000 പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈഫ്സ്. 150,000 ആൾക്കാർ മരണപ്പെട്ട ഒരു എന്താ പറയുക ട്രെമൻഡിയസ്, അല്ലെങ്കിൽ അത്രയും ആഘാതം സൃഷ്ടിച്ചുള്ള ഒരു എന്താ പറയുക ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഇത്. ബട്ട് ആനിമൽസ് സഫേർഡ് വെരി ഫ്യൂ കാഷ്വാലിറ്റീസ്. മിക്ക ആനിമൽസും രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കാഷ്വാലിറ്റീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം കെട്ടിയിട്ട മൃഗങ്ങൾ മാത്രമേ ഇതിൽ പെട്ടുപോയിട്ടുള്ളൂ. സംതിങ് പോപ്സ് ദേ ഹാഡ് സെൻസ് ദ കമ്മിങ് ഓഫ് ദ ക്വേക്ക് ആൻഡ് ദേ റാൻ ടു സേഫർ ഹയർ പ്ലേസ്. ഇത് കാരണം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇതുപോലത്തെ ഒരു കലാമിറ്റി, നാച്ചുറൽ കലാമിറ്റി മുൻകൂട്ടി അറിയാനുള്ള ഒരു 6th സെൻസ്, വി ക്യാൻ സേ ദാറ്റ് 6th സെൻസ് അവർക്കുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഇസ് എൻ ഇൻട്രൊഡക്ഷൻ. ഇനി നേരെ ചാപ്റ്ററിലേക്ക് ആസ് എ 3 പാർട്ട് ആയിട്ട് കടക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. സൈലം ക്ലാസ് 8 CBSE സെറ്റാണ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ലൈക്ക് ഇടാനും മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. യെസ്, അൺഫോർച്ചുനേറ്റ് ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ഒരാളുടെ ആയിരുന്നു, അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റോറി ഈസ് അബൌട്ട് ഇഗ്നേഷ്യസ്. ഹിസ് വൈഫ് വോക്ക് ഹിം അപ്പ് അറ്റ് 6 AM സെൻസിങ് എർത്ത് ക്വേക്ക്. ഒരു എർത്ത് ക്വേക്ക് വരുന്നുണ്ടെന്ന് കരുതിയിട്ട് 6 മണിക്ക് തന്നെ വൈഫ് അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ പോവുകയാണ്. ഇഗ്നേഷ്യസ് പുട്ട് ദ ടെലിവിഷൻ ഓൺ ദ ഗ്രൗണ്ട് ടു സേവ് ഇറ്റ് ഫ്രം ദ ക്വേക്ക്. എർത്ത് ക്വേക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീട്ടിലെ TV എടുത്തിട്ട് എങ്ങോട്ട് വെച്ചു? നിലത്ത് വെച്ചു. കാരണം TV നിലത്ത് വീണ് കഴിഞ്ഞാൽ TV പോവും. ഓക്കെ, എക്സ്പെൻസീവ് ആണ്. ദെൻ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി റഷ്ഡ് ഔട്ട്. എല്ലാവരും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ ടേബിളിൻ്റെ അടിയിലോ അങ്ങനെ എന്തെങ്കിലും സാധനം മുകളിലേക്ക് വീണാലൊന്നും പറ്റാത്ത രീതിയിൽ അങ്ങനെ സേഫ് ആക്കുക. അതും അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് വീടിന് പുറത്തേക്ക് ഇറങ്ങുക, ബിൽഡിങ്ങിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാണ്. വെൻ ദ ട്രെമേഴ്സ് സ്റ്റോപ്ഡ് ദേ സോ ദ സീ റൈസിങ്. ആ ഒരു ഇടിയും കുലുക്കൊക്കെ നിന്ന സമയത്ത് അവർ എന്താക്കാൻ തുടങ്ങി? വലിയ ഒരു കടലിൻ്റെ തിരമാല ഉയർന്നു വരുന്നത് കണ്ടു. ദിസ് കോസ്ഡ് ദം കൺഫ്യൂഷനെ, അല്ലേ നിങ്ങൾക്ക് തിരമാലാണോ പരിപാടി? ഇതേ റാൻ ബൈ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവർ ഓടേണ്ടത് എങ്ങോട്ടാണ്? കടലിൽ നിന്ന് ബാക്കോട്ടാണ് ഓടേണ്ടത്. പക്ഷെ ഇവർ കടലിലോട്ടായി പോയി ഓടിപ്പോയത്. അൺഫോർച്ചുനേറ്റ്. ഹിസ് വൈഫ് വാസ് സ്വെപ്റ്റ് അവേ. വൈറ്റ് അല്ല കേട്ടോ, വൈഫാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വൈഫ് എന്തായി പോയി? പോയി അദ്ദേഹത്തിൻ്റെ വൈഫ് പോയി. ഓക്കെ വൈഫ് പോയി. ഞാൻ കടലൊഴുകി പോയി. Her 2 children along with her father and brother were also lost. എല്ലാവരും പോയി. Thus Ignatius lost his wife, 2 children, his father-in-law and his brother-in-law in tsunami. Complete ഫാമിലിയും പോയി except Ignatius. അവസ്ഥ ആലോചിച്ചു. നെക്സ്റ്റ് സ്റ്റോറി, ബ്രേവ് സഞ്ജീവ്. സഞ്ജീവിൻ്റെ സ്റ്റോറിയാണ്. ആരാണ് സഞ്ജീവ്? സഞ്ജീവ് വാസ് എ പോലീസ്മാൻ. ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു സഞ്ജീവ്. ഓക്കെ, ഹി മാനേജ് ടു സേവ് ഹിംസെൽഫ്, ഹിസ് വൈഫ് ആൻഡ് ഹിസ് ബേബി ഡോട്ടർ. സ്വന്തം സേവ് ചെയ്തു, വൈഫിനെ സേവ് ചെയ്തു,
തൻ്റെ കുഞ്ഞിമോളെ, അതായത് മോളെ സേവ് ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ ഹി ഹിയർ ദ ക്രൈസ് ഓഫ് ഫോർ ഹെൽപ്പ്, ആരോ ഒന്ന് സഹായത്തിന് വേണ്ടി. ആസ് എ പോലീസ് ഓഫീസർ, എല്ലാവർക്കും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വേണം. ആസ് എ പോലീസ് ഓഫീസർ ഹി ഹാസ് എക്സ്ട്രാ മെൻറ്റാലിറ്റി ടു ഹെൽപ്പ് അതേഴ്സ്. ദാറ്റ്സ് വൈ ദീസ് വേർ ഫ്രം ജോൺസ് വൈഫ്. ജോണിൻ്റെ വൈഫ് ആയിരുന്നു അവിടെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജോൺ വാസ് ദ ഗസ്റ്റ് ഹൗസ് കുക്ക്. അവിടെ ജോൺ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ കുക്കാണ്. ജോണിൻ്റെ വൈഫാണ് വിളിച്ചത്. സഞ്ജീവ് jumped into the water to save her. They both were swept away and drowned. അവളെ രക്ഷിക്കാൻ വേണ്ടി, ജോണിൻ്റെ വൈഫിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ സഞ്ജീവ് എടുത്ത് ചാടി. സഞ്ജീവിൻ്റെ ധൈര്യമാണ് അവിടെ കാണുന്നത്. എന്നാലും സഞ്ജീവും ജോണിൻ്റെ വൈഫും അവിടെ ഒഴുകിപ്പോയി മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാണാതായിട്ടുണ്ടെങ്കിലും, we have to appreciate the bravery of Sanjeev. Next, fortunate Meghna. Who was Meghna? Meghna was 30 years old. She was swept away along with her parents and 77 other people. മറ്റു 77 ആൾക്കാരോടൊപ്പം തന്നെ പാരൻസിനോടൊപ്പം മേഘ്നയും ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. യെസ്, പാരൻസിനോടൊപ്പം തന്നെ. ഷീ ഹെൽഡ് ഓൺ ദ വുഡൻ ഡോർ ആൻഡ് കെപ്റ്റ് ഫ്ലോട്ടിംഗ് ഇൻ ഇറ്റ് ഫോർ 2 days. പക്ഷെ ഒരു വുഡൻ ഡോർ അവൾക്ക് കിട്ടി. മൈൻഡ്, ആ വുഡൻ ഡോർ കിട്ടിയിട്ട് എത്ര ദിവസം എന്ന് പറഞ്ഞത്? ഫോർ 2 days, 2 ദിവസത്തോളം അവൾ അങ്ങനെ അതിന്മേൽ പിടിച്ചിട്ടുണ്ടാക്കി ഒഴുകി നടന്നു. ഷീ വാസ് ബ്രോട്ട് ടു ദ ഷോ ബൈ വേവ് ആൻഡ് സേവ്ഡ്. അങ്ങനെ വീണ്ടും തിരമാലകൾ അടിച്ച സമയത്ത് അവൾ കരയിലെത്തുകയും രക്ഷപ്പെടുകയും ചെയ്തു. ഫോർച്ചുനേറ്റ്. ഇത് നേരത്തെ അൺഫോർച്ചുനേറ്റ്, ഇപ്പോൾ ഫോർച്ചുനേറ്റ്. ഭാഗ്യം അല്ലേ? നെക്സ്റ്റ് വൺ, ട്രാജഡി ഓഫ് അലമാസ്. അലമാസിന് സംഭവിച്ച ആ ഒരു ദുരന്തം. അലമാസ് വാസ് 10 years old. 10 വയസ്സുള്ളൊരു ആളായിരുന്നു. ഫാമിലി വാസ് സ്ലീപ്പിംഗ് ബട്ട് ഹെർ ഫാദർ ഹാഡ് വോക്കൺ അപ്പ്. അലമാസിൻ്റെ ഫാമിലി മൊത്തം ഉറങ്ങിയായിരുന്നു, പക്ഷേ അച്ഛൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഹി സോ ദ വാട്ടർ റിസീഡിങ് ആഫ്റ്റർ ദ ട്രെമേഴ്സിൻ്റെ ശേഷം, അതൊരു ഇങ്ങനെ ഒരു മുരൾച്ച അല്ലെങ്കിൽ ഒരു എർത്ത്ക്വേക്കിൻ്റെ ആ സ്റ്റാർട്ടിങ്, അങ്ങനെയാണ് ട്രെമർ. അതിനുശേഷം വെള്ളം വരുന്നത് അദ്ദേഹം കണ്ടു. ഹി ന്യൂ ഇറ്റ് വുഡ് കം ബാക്ക് വിത്ത് റിസീഡിങ്, അതായത് വെള്ളം അങ്ങോട്ട് കടലിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നു, അതായത് വലിയുന്നത് കണ്ടു. കടലിൽ നിന്ന് ഇറങ്ങിപ്പോവുക, കാരണം അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുണ്ട്. അത് കണ്ടു. ഗ്രേറ്റ് ഫോഴ്സിൽ തിരിച്ചു വരും. ഹി വോക്ക് എവ്രി വൺ ട്രൈങ് ടു റെസ്റ്റ് സേഫർ പ്ലേസ്. എല്ലാവരെയും ഉണർത്തി അങ്ങനെ സേഫർ പ്ലേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ആസ് ദേ റാൻ ഹിസ് ഫാദർ ഫെൽ ഡൗൺ. അങ്ങനെ പോകുന്ന സമയത്ത്, എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അച്ഛൻ അവിടെ വീണു. അൽമാസ് ഫാദർ റെസ്റ്റ് ഹെൽപ്പ് ഹിം. അൽമാസിൻ്റെ അച്ഛൻ എന്താക്കി? അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരാണ് വീണത്? ആസ് എ റാൻ ഹിസ് ഫാദർ ഫെൽ ഡൗൺ. ഫാദർ വീണുപോയി. അവ അൽമാസിൻ്റെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അൽമാസ് ഫാദർ റെസ്റ്റ് ടു ഹെൽപ്പ് ഹിം. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അൽമാസിൻ്റെ ഫാദർ പോയി. ദെൻ കെയിം എ ബിഗ് വേവ് ആൻഡ് സ്വെപ്റ്റ് ദം ബോത്ത്. എന്നിട്ട് വലിയൊരു തിരമാല വന്ന് അവർ രണ്ടുപേരെയും, ഫാദറിനെയും ഗ്രാൻഡ് ഫാദർ, കൊണ്ടുപോയി. Her mother and aunts were washed away too. അമ്മയും അതുപോലെ തന്നെ ആൻറ്റിയും ഒക്കെ കടൽ കൊണ്ടുപോയി. They were swept away with the tree they were holding on it. വലിയൊരു എന്താ പറയുക, ഒരു തെങ്ങ് പോലത്തെ ഒരു വലിയൊരു പാം ട്രീ, വലിയൊരു മരത്തിൻ്റെ ഇല അവരെന്താക്കി, ആക്ച്വലി അതിൻ്റെ ലീഫ് അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വേരോടെ എന്താക്കി? പിഴുതുകൊണ്ടുപോയി കടൽ. Almas saw a log of food floating. ഒരു മരത്തടി ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിരുന്നു. ഷീ ക്ലൈംഡ് ഓൺ ടു ഇറ്റ്. അതിന്മേൽ പിടിച്ച് കയറി. ദെൻ ഷീ ഫെയിൻറ്റഡ്. അവളെന്താക്കി? ക്ഷീണിച്ചു. ഷീ വോക്ക് അപ്പ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ കമോർട്ടയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് പിന്നെ അവൾ എഴുന്നേൽക്കുന്നത്. ആക്ച്വലി അവൾ ജീവനോടെയുണ്ട്, അവൾ സേഫാണ്. ബട്ട് ആക്ച്വലി വി ക്യാൻ സേ ദാറ്റ്സ് എ ട്രാജഡി ബിക്കോസ് ദർ ഇസ് നോ വൺ ഫ്രം ഹെർ ഫാമിലി അലൈവ്. ഫാമിലി ആരും ജീവനോടെ ഇല്ല, തീരുമാനമായി. ആൻഡ് നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇനി സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിയാണ്. സോ ഇനിയും ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ലൈക്ക് ചെയ്യുക. കാരണം ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ ഐ എം സേയിങ്. പറയുന്നത് മനസ്സിലുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ദെൻ അങ്ങനെയാണ് ലൈക്ക് അടിക്കാൻ മറന്നത്. ഇന്റലിജന്റ്ലി, യെസ്, ഷീ ഈസ് എ ഹീറോയിൻ ഓഫ് ദി ചാപ്റ്റർ. വി ക്യാൻ സേ ദാറ്റ്. Intelligently. This is a story from Thailand. അങ്ങ് തായ്ലൻഡ് എന്നുള്ള സ്റ്റോറിയാണ്. നോക്കാം. Chili's family had come to Thailand from England to celebrate Christmas. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ദൂരെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ് നമ്മൾ. Chili. It was December 26 ആണ്. She was standing with her family on the beach. ബീച്ചിൽ ഫാമിലിയുമായിട്ട് ഇരിക്കുകയാണ്. Chili and her mother Penny Smith both saw the water swelling. വെള്ളത്തിനിങ്ങനെ ആ ഒരു സ്പെഷ്യൽ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുൾ ടീം കാണുന്നുണ്ട്. അമ്മയായ പെന്നി സ്മിത്തും അതുപോലെ തന്നെ അവർ കാണുന്നുണ്ട്. ഓക്കെ, ദ ബീച്ച് വാസ് ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ എവറി മൊമെന്റ്. പെട്ടെന്ന് ബീച്ചും കൂടെ ചെറുതായി, അതായത് റിസീഡിങ് സംഭവിച്ചു നടക്കുക. വെള്ളം അങ്ങോട്ട് വലിഞ്ഞു പോവുകയാണ്. ദേ സോ ദ സീ സ്ലോലി റൈസ് ആൻഡ് സ്റ്റാർട്ട് ടു ഫോംസ്. അവിടെ ഒരു കുറെ വെള്ളം ഉയരുന്നത് കണ്ടു. വെള്ളം പുറകോട്ട് പോകുന്നുണ്ട്, പിന്നെ വെള്ളം ഉയരുന്നുണ്ട്. അവിടെ കുറെ ഫോമുകൾ രൂപപ്പെടുന്നുണ്ട്, അതായത് കുറെ പതകളൊക്കെ രൂപപ്പെടുന്നുണ്ട്. ടിൽ സോ ദ സീ മേക്കിംഗ് വേർപൂൾ. സീൽ, കടലിങ്ങനെ വേർപൂളുകൾ ഉണ്ടാവുന്നുണ്ട്.
അല്ലേ, ചുഴിയൊക്കെ ഉണ്ടാവുന്നത് കണ്ടു. എന്നിട്ടോ ബാഡ് സൈൻ ആണ്. ദാറ്റ് വാസ് എ ബാഡ് സൈൻ. നമുക്ക് നോക്കാം. ടിലീസ് മദർ വാസ് നോട്ട് അലാംഡ് ബൈ ദി സൈൻ. ഇതോ കണ്ടിട്ട് ഇതോ നൈസ്, ഓക്കെ, നല്ല രസമുണ്ട്, അടിപൊളി, എല്ലാവരും വിളിച്ച് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടാവും, അത്ര അടിപൊളി. പക്ഷേ ടില്ലി റിമെമ്പേർഡ് ദ വീഡിയോ ദാറ്റ് ഹെർ ജിയോഗ്രഫി ടീച്ചർ ഹാഡ് ഷോൺ ഇൻ ദ ക്ലാസ് 2 weeks ബിഫോർ. 2 ആഴ്ച മുമ്പ് ഒരു ജിയോഗ്രഫിൻ്റെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഇന്നൊരു കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഇറ്റ് occurred to her that these were the sign of tsunami. ഇതൊരു സുനാമി ഉണ്ടാവാൻ പോകുന്നതിന്റെ സൈൻ ആണെന്ന് ദ ഇന്റലിജന്റ് ടിലി could understood. യെസ്, ടിലിക്ക് മനസ്സിലായി. സോ എന്നിട്ടോ ഷി സ്ക്രീംഡ് ആൻഡ് ആസ്ക്ഡ് her family to go off the beach. ഫാമിലിനോടൊക്കെ ബീച്ചിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇങ്ങോട്ട് മാറുക ഉറക്കെ അലറി വിളിച്ചു, സ്ക്രീം ചെയ്തു. The mother did not sense anything terrible. പക്ഷെ അമ്മക്ക് മനസ്സിലായി എന്തിനാ ഇപ്പം ഇവളിങ്ങനെ പറയുന്നത്. ഓക്കെ, she however felt that the daughter must be right. ചിലപ്പോൾ മകള് പറഞ്ഞ് ശരിയായിരിക്കും, എത്രയും അഗ്രസീവായിട്ട് പറയണമെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ആ ഫാമിലി മൊത്തം പോയി. Then Tilly the savior. എങ്ങനെ Tilly's parents took her and her sister to the swimming pool at the ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി ടില്ലിയുടെ പാരൻസും അവളെയും അവളുടെ സിസ്റ്ററിനെ കൊണ്ടുപോയത്. Many other also left the beach with them. അവരുടെ കൂടെ പല ആൾക്കാരും എന്താക്കി ആ ബീച്ച് വിട്ടിട്ട് അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് പോയി. Then it was as if the entire sea had come after them. അതിനുശേഷം മുഴുവൻ കടലും ഇവിടെ വന്ന് വീണതുപോലെ, അതായത് വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. The family took refuge in the 3rd floor of the hotel. ഹോട്ടലിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ ഇത്രയും ഹൈറ്റിൽ പോയിട്ട് അവർ റെഫ്യൂജീസ് അവിടെ എന്തായിരുന്നു, അവിടെ അഭയം പ്രാപിച്ചു. The building withstood the force of tsunami. അങ്ങനെ സുനാമിയുടെ ഫോഴ്സിന് അങ്ങനെ താങ്ങി നിന്നു. ഓക്കെ, ഇഫ് ദേ ഹാഡ് സ്റ്റേഡ് ഓൺ ദ ബീച്ച് they would okay, that was a mistake. Okay, spelling mistake. Okay, അവര് മരിച്ചു പോകുമായിരുന്നു. they would have been dead. അവര് മരിച്ചു പോകുമായിരുന്നു. യെസ്, അവിടെ ബീച്ചിൽ തന്നെ അവർ നിന്നിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു വീഡിയോ ക്ലാസ് മറ്റേ ടീച്ചർ, ടിലിൻ്റെ ടീച്ചർ അവിടെ നിന്ന് ജോഗ്രഫിൻ്റെ ടീച്ചർ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ they might have dead now. ഓക്കെ, മരിച്ചു പോകുമായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ് ദ ആനിമൽ സെൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു കുറേ അത്ര ആനിമൽസ് ഒന്നും മരണപ്പെട്ടിട്ടില്ല. വാട്ട് വാസ് ദാറ്റ്? Some people believe that animals possess 6 senses. അവർക്കൊരു എക്സ്ട്രാ 6th സെൻസ് ഉണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. Tsunami killed 150,000 people, but only a few animals died. കുറച്ച് അനിമൽസ് മാത്രമേ മരിച്ചിട്ടുള്ളൂ. In Yala National Park in Sri Lanka, 60 visitors were washed away, but only 2 animals died. ആ നാഷണൽ പാർക്കിൽ എത്ര ആളാ? 60ഓളം വിസിറ്റേഴ്സ് അവരെന്താക്കി കടൽ കൊണ്ടുപോയി. പക്ഷേ 2 ആനിമൽ മാത്രമേ മരിച്ചിട്ടുള്ളൂ. In the same park, people had observed the 3 elephants run away from the beach an hour before the tsunami hit. സുനാമി വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ എലിഫൻസ് ഒക്കെ അവിടെ ഓടിപ്പോയിട്ടുണ്ട്. എ മാൻ ഓൺ ദ കോസ്റ്റ് നിയർ ഗാലെ ഇൻ ശ്രീലങ്ക ഹാഡ് 2 dogs. ഓക്കെ, ഗാലെ ശ്രീലങ്കയുടെ ആ കോസ്റ്റ് ഏരിയയിലുള്ള, അതായത് ബീച്ച് സൈഡിലുള്ള ഒരാൾക്ക് 2 ഡോഗ് ഉണ്ടായിരുന്നേ. ഓൺ ദാറ്റ് ഫേറ്റൽ ഡേ ഓഫ് സുനാമി ദേ റിഫ്യൂസ് ടു ഗോ ടു ദ ബീച്ച് വിത്ത് ദ മാസ്റ്റർ. തൻ്റെ മാസ്റ്ററിൻ്റെ കൂടെ ഈ ഡോഗ്സ് ഈ സുനാമി ഉണ്ടാവുന്ന ആ ദിവസം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ഡോഗ്സ് ഇവരുടെ കൂടെ നടക്കാൻ പോകുന്നതാണ് സ്ഥിരം. പക്ഷേ അന്ന് ആ ഡോഗ്സ് എന്താക്കില്ല, സമ്മതിച്ചില്ല. പോണ്ട അവർ ഭയങ്കര വാശി പിടിച്ച് വീട്ടിൽ തന്നെ നിന്നു ആ ഡോഗ്സ്. സോ ദ മാസ്റ്റേഴ്സ് ടു സ്റ്റേഡ്. അതുകൊണ്ട് ആ മാസ്റ്റർ അവിടെ തന്നെ നിന്നു. Thus the dog had saved his life also. അതുകൊണ്ട് ഡോഗ് മാത്രമല്ല രക്ഷപ്പെട്ടത്, അവരുടെ മാസ്റ്റർ കൂടി രക്ഷപ്പെട്ടു. We can understand they have a 6th sense. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് ഡിസ്കോഴ്സാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ലൈവ് സെഷനുകളായിട്ട് വരാൻ പോകുന്നുണ്ട്. ആ ലൈവ് സെഷനുകളുടെയൊക്കെ എന്ത് കിട്ടണമെങ്കിൽ, ആക്ച്വലി സ്ലൈഡുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടണമെങ്കിൽ, ഇനി വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ, വാട്സപ്പിൽ ലഭ്യമാകണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക, സെറ്റാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോനെ പറ്റിയുള്ള ഈ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. മൈ നെയിം ഈസ് ജംഷാദ് Ali. You guys can call me JD. Let's see another video with another session. Until then, it's a bye. Thank you.